ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ല മഴയാണ്. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ഒരാൾക്കുള്ള മറുപടി കൊടുക്കാം എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പറയട്ടെ, ചെറിയ കുട്ടികൾ എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് എന്താ ഇൻസ്റ്റാഗ്രാമിൽ കാര്യം, അങ്ങനെ കുട്ടികളുടെ അമ്മമാർ ആരെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മക്കളോട് സ്കിപ്പ് ചെയ്യാൻ പറയാം. കാരണം അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇനി വന്നിരുന്ന് കമന്റ് ബോക്സിൽ വന്നിരുന്ന് കൊണക്കണ്ട, കുട്ടികൾ കാണുന്നതല്ലേ എന്നുള്ളത് കുട്ടികളോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാണരുത്. കുട്ടികളുടെ പാരന്റ്സിനോടാണ്. 18 വയസ്സിന് താഴെയുള്ള നിങ്ങളുടെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്നലെയല്ല ഒരു ദിവസം മുന്നേ എന്റെ ചേച്ചീന്റെ ഒപ്പം ചേച്ചി ഇട്ട വീഡിയോ ആണത്. ഒരു കോമഡി റീലാണ്. അതായത് എന്താ നിന്റെ വയറ് വീർത്തിരിക്കുന്നത്, ഫ്രിഡ്ജ് കേടാണ്, ആ ഒരു സംഭവം നിങ്ങൾ കുറച്ചുപേർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോന്റെ താഴത്ത് വന്നിട്ട് നമ്മുടെ അജീഷേട്ടൻ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അജീഷേട്ടൻ ഒരു കമന്റ് ഇട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറ് വന്നത് ഞാൻ കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ് എന്നുള്ളതാണ്. നായിന്റെ മോനെ, നീ എന്നാണ് വിചാരിച്ചത്? നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളത്. നിന്നെയും തെറ്റ് പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ, അത് തന്നെ അജീഷിന്റെ അമ്മയോടും ഭാര്യയോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ മാപ്പ് ചോദിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റിയാക്ട് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ മകൻ അജീഷ് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അവർക്ക് വരും. വൈഫിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അജീഷിന്റെ വൈഫിന് ഏകദേശം സോഷ്യൽ മീഡിയനെ കുറിച്ച് അറിയാലോ. ഫോളോ ചെയ്ത് വെച്ചിട്ട് അവൻ എന്റെ ഇതിൽ വന്നിട്ട് ഞാൻ കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ് തടി വെച്ചത് അല്ലെങ്കിൽ വയറ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുന്ന തള്ളേനെയും ഭാര്യേനെയും മക്കളെയും പറയുമെന്നുള്ളത് അജീഷിനറിയാം. പട്ടി വിലയല്ലേ അമ്മക്കും ഭാര്യക്കും അപ്പൊ ഈ അജീഷ് കൊടുക്കുന്നത്? ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് സിംഗിൾ മദറായിട്ട് ജീവിച്ചോ ഇതിനേക്കാളും. അപ്പൊ അജീഷേ, നിനക്കുള്ള മറുപടിയാണ്. അമ്മയും ഭാര്യയും എന്നോട് ക്ഷമിക്കുക. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. കാരണം എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ മാന്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ താഴത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാരുടെ കമന്റ് കേട്ട് മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതിന് ആരോടാണെന്നുണ്ടെങ്കിലും ഞാൻ പറയും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ വേറെ എന്ത് വേണമെങ്കിൽ വന്ന് കുണച്ചോളൂ. അത് തോന്നിയാസം വന്ന് കുണച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ അജീഷേ, നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെടിയായിട്ടുള്ള ഒരാളുടെ മകനായിട്ട് ജനിച്ച നീ ചിലപ്പോൾ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു, ഈ വെടിപ്പരിപാടിക്ക് പോയിട്ടാണ് ഞാൻ തടിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നീ കല്യാണം കഴിച്ചതും ഒരു വെഡിങ്ങിനെ ആയിപ്പോയി. അപ്പൊ ആ ഭാര്യ നിന്നോട് പറയുകയാണ്, ചേട്ടാ ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു, എനിക്ക് വയറൊന്നും ഇല്ലായിരുന്നു, ഞാൻ കണ്ടവന്മാരുടെ കൂടെ പോയി കിടന്നിട്ട് എനിക്കൊരല്പം വയറൊക്കെ വന്നു. അപ്പൊ നിന്നെ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നീ ഇവിടെ നോക്കിയാലും വെടി, 2 വെടികൾക്കും ഒരല്പം വയറ് വന്നത് കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ്. അപ്പൊ നീ വിചാരിക്കും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന്. അജീഷേ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അമ്മച്ചനോ നിന്റെ അമ്മായി അച്ഛനോ അല്ല എല്ലാരും. അത് നീ മനസ്സിലാക്കണം. പിന്നെ കുട്ടിയെ ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ കുട്ടിയെ ഞാൻ ഒന്നും പറയുന്നില്ല. ജീഷെ, നീ ഉണ്ടല്ലോ, ഇത് 100% ഇത് ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്ന വീഡിയോ ആയിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണും എന്നും എനിക്കറിയാം. നീ നാണം കെടണം, മനസ്സിലായില്ലേ? നീ നാണം കെടണം അജീഷെ. നീ എന്താണ് വിചാരിച്ചു വെച്ചത്? നീ എങ്ങനെ കുണച്ചൊരു കമന്റ് ഇട്ടിട്ട് പോയിട്ട് പൂരി ബാജി പയ്യോളി മിച്ചറെ നിന്നെ ഞാൻ വെറുതെ വിടുന്നു? അങ്ങനെയാണോ പഴത്തൊലി നീ വിചാരിച്ചു വെച്ചത്? അതും കേട്ടങ്ങ് ഞാൻ പോകുന്നെന്നോ നീ വിചാരിച്ചത്? എന്നാ എനിക്ക് തെറ്റി നിനക്ക്. കാമപ്രാന്ത. ഇവന്റെ ഭാര്യനെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. മോളെയൊന്നും ഇയാളെ പരിസരത്തേക്ക് വിടരുതേ, മകളെയൊന്നും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് സ്വന്തം അച്ഛന്മാര് മക്കളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇവനെ പോലത്തെവരാണ് അങ്ങനെ ചെയ്യുന്നത്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എനക്ക് അത്രേ ഇവന്റെ ഭാര്യനോട് പറയാനുള്ളൂ. മകളെയെല്ലാം ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചോ ഇവന്റെ. നമ്മളൊരു കോമഡി റീല് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ അങ്ങോട്ട് ഇളകണമെങ്കിൽ ഈ കാമപ്രാന്തന്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അമ്മേനോട് കൂടിയിട്ടാണ്. മകൻ നിങ്ങളെ അമ്മയായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങളെയും ആ ഒരു കണ്ണുകൊണ്ട് തന്നെയായിരിക്കും കാണുന്നത്. കിട്ടില്ലേ അജീഷേ? ചൊവ്വാഴ്ചയായിട്ട് നിനക്ക് കിട്ടില്ലേ അന്തസ്സായിട്ട്? അപ്പൊ ഇതും വാങ്ങി ആടിയിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നീ എന്നെ ഫോളോ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പൊ നിനക്കറിയാം. അപ്പൊ നീ എന്താണ് നിന്റെ അമ്മേനോടും ഭാര്യനോടും പക വീട്ടിയതാണല്ലേ? ഓഹോ, അമ്മേ ഭാര്യയെ കണ്ടില്ലേ? മോൻ നിങ്ങളോട് പക വീട്ടിയതാണ് രണ്ടാളോടും. എന്തോ കാര്യമായ ദേഷ്യമുണ്ട് നിങ്ങളടുത്ത്. അപ്പൊ ഓനറിയാം ഇങ്ങനത്തെ ഇമാതിരി കാമപ്രാന്ത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുടെ തലയടക്കം എന്റെ അക്കൗണ്ടിൽ വരുമെന്ന്.
നിങ്ങളോട് എന്തെങ്കിലും ചൊടി ഉണ്ടാവുമായിരിക്കും അമ്മേനോടും ഭാര്യനോടും. ഐ ഡോണ്ട് നോ. അപ്പൊ ഹാപ്പിയുടെ അജീഷേ പോട്ടേടാ.